മക്കളെ, ഇന്ന് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. ഒരു നല്ലൊരു നിമിഷം നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. എന്ത് നിയോഗവുമായിട്ട് ഈ പ്രയർ ലൈനിൽ സംബന്ധിക്കുന്നുവോ അത് നിന്റെ കയ്യിൽ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ പഠന വിജയമായിരിക്കാം, തൊഴിലിന്റെ സമൃദ്ധിയായിരിക്കാം, അധ്വാനത്തിന്റെ ഫലമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, അത് നിന്റെ കൈവശം ഒരു ഗിഫ്റ്റായിട്ട് ഇന്ന് കൊണ്ടു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കർത്താവ് തരുന്ന വചനം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാം വാക്യം. ശിശുക്കൾ എന്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയേണ്ട, എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. സ്വർഗം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലായിരിക്കുന്നത്. ഒരു കുഞ്ഞുള്ള കുടുംബം എത്ര സന്തോഷമാണല്ലേ. കുഞ്ഞുങ്ങൾക്കെല്ലാം വിസ്മയമാണ്, കുഞ്ഞുങ്ങൾക്കെല്ലാം അതിശയമാണ്. ഹായ് ഹായ്, അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ നോക്കി, പരിശുദ്ധ അമ്മയെ നോക്കി, വിശുദ്ധന്മാരെ നോക്കി, വിശുദ്ധകളെ നോക്കി അത്ഭുതപ്പെടാനുള്ളൊരു കഴിവ് കുഞ്ഞുങ്ങൾക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ അടുത്തറിഞ്ഞിട്ടുള്ളവർക്കറിയാം, അവിടെ ഉള്ളിൽ വലിയ പവറാണ്. അവർ സർവശക്തിയെടുത്തുകൊണ്ടാണ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. ഇതാ ഒരു കൊച്ചുമിടുക്ക വരുന്നുണ്ട് കേട്ടോ, ഇടിവെട്ടുന്ന പോലെയാണ്. ബൈബിളിലെ 73 പുസ്തകങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. നമുക്ക് ശ്രമിക്കാം. ഉൽപ്പത്തി, പുറപ്പാട്, ലേബൻ, സംഘം, നിമത്തനം, ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, അനുസരണം, ഒന്ന് രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 തിരുമത്തനം, 2 തിരുമത്തനം, എസ്സ, നഗമിയ, തോബിത്ത്, റൂബിത്ത്, എസ്റ്റർ, 1 ബക്കബായർ, 2 ബക്കബായർ, ജോബ്, സംഗീതങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗങ്ങൾ, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ, ഏശയ്യ, ജെറമിയ, വ്യാപങ്ങൾ, ബാറുക്ക്, എസെക്കിയേൽ, ദാനിയേൽ, ഓസിയ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹൂം, ഹബക്കൂക്ക്, സഫനിയ, ഹഗ്ഗായി, സക്കറിയ, മലാക്കി, മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അപ്പോസ്തലർ, റോമ, കൊരിന്ത്യസ്, ഗലാത്യ, എഫെസസ്, ഫിലിപ്പി, കൊളോസസ്, തെസ്സലോനിക്ക, 2 തെസ്സലോനിക്ക, തിമോഥെയോസ്, തീത്തോസ്, ഫിലമോൻ, എബ്രായർ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, ലൂദാസ്, വെളിപാട്. കേട്ടില്ലേ ആ ഇടിവെട്ട്, ആ പേമാരി? ഇതാണ് കുഞ്ഞുങ്ങൾ. അവിടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വചസ്സുകളും ഹൃദയങ്ങളെ തൊടുന്നതാണ്, മനുഷ്യ ജീവിതങ്ങളെ മാനസാന്തരപ്പെടുത്തുന്നതാണ്. കുഞ്ഞുങ്ങളെപ്പോലുള്ളവർക്കാണ് സ്വർഗരാജ്യമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിനെ സ്നേഹിച്ചാൽ സ്വർഗത്തിന് അനുഭവം ഉണ്ടാകും. ഒരു കുഞ്ഞിനെ ബഹുമാനിച്ചാൽ അത് ദൈവത്തെ തന്നെയാണ് ബഹുമാനിക്കുന്നത്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.